നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യ എ സൗത്ത് ആഫ്രിക്ക എ ഏകദിന പരമ്പരയിലെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ഏകദിനത്തിൽ സൗത്ത് ആഫ്രിക്ക എക്ക് വിജയം. ആദ്യ രണ്ട് ഏകദിനങ്ങളും ഇന്ത്യൻ ടീം വിജയിച്ചിരുന്നു എന്നതുകൊണ്ട് പരമ്പര ഇന്ത്യ എ നേരത്തെ സ്വന്തമാക്കിയതാണ്. പക്ഷേ ഈ വിജയം സൗത്ത് ആഫ്രിക്ക എക്ക് ഒരു ആശ്വാസ ജയമാണ്. അവർക്ക് വേണ്ടി റിവാൾഡോ മൂൺസാമി സെഞ്ചുറി അടിച്ചു. കൂടാതെ ലുഹാൻ ഡ്രീ പ്രറ്റോറിയസിൻ്റെ സെഞ്ചുറി. രണ്ട് ഓപ്പണർമാരും സെഞ്ചുറി അടിച്ച് മികച്ച പ്രകടനം നടത്തിയ മത്സരമാണ്. അവർ നിശ്ചിത 50 ഓവറുകളിൽ 6 വിക്കറ്റിന് 325 റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ ഇന്ത്യ എ ടീം 49.1 ഓവറുകളിൽ 252 റൺസിന് ഓൾ ഔട്ടായി. അങ്ങനെ 73 റൺസിൻ്റെ തകർപ്പൻ ജയം തന്നെ സൗത്ത് ആഫ്രിക്ക എ സ്വന്തമാക്കിയിരിക്കുന്നു. അപ്പോൾ ഈ കളിയിൽ ലുഹാൻ ഡ്രീ പ്രറ്റോറിയസ് 98 പന്തിൽ 9 ഫോറും 6 സിക്സും അടക്കം 123 റൺസ് അടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹ ഓപ്പണർ റിവാൾഡോ മൂൺസാമി 130 പന്തുകളിൽ നിന്ന് 107 റൺസ് അടിച്ചു. മറ്റാരും അങ്ങനെ വലിയ സംഭാവന നൽകി എന്ന് പറയാനില്ല. പിന്നെ വന്നത് ഡെലാനോ പോറ്റ്ഗീറ്ററുടെ 30 റൺസും അതുപോലെ തന്നെ ഡിയാൻ ഫോറസ്റ്ററുടെ 20 റൺസുമാണ് എടുത്തു പറയാനുള്ളത്. ഏതായാലും 50 ഓവറുകളിൽ അവർ 6 വിക്കറ്റിന് 325 റൺസ് അടിച്ചു. ഇന്ത്യക്ക് വേണ്ടി ഖലീൽ അഹമ്മദ് 10 ഓവറിൽ 82 റൺസ് 2 വിക്കറ്റ്, പ്രസിദ്ധ് കൃഷ്ണ 10 ഓവറിൽ 52 റൺസിന് 2 വിക്കറ്റ്, ഹർഷിത് റാണ 10 ഓവറിൽ 47 റൺസിന് 2 വിക്കറ്റ്. മറുപടി ബാറ്റിങ്ങിൽ ഋതു കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ പിന്നും പ്രകടനം നടത്തിയതാണ്. ഋതുവും അഭിഷേകും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട്. പക്ഷേ അഭിഷേക് 8 പന്തിൽ നിന്ന് 11 റൺസുമായിട്ട് ആദ്യം മടങ്ങി. പിന്നാലെ തിലക് വർമ്മയുടെ വിക്കറ്റ് നഷ്ടമായി. അതിന് പിന്നാലെ നമുക്ക് ഋതുവെയും നഷ്ടപ്പെട്ടതോടുകൂടി ഇന്ത്യ എയുടെ ഇന്നിങ്സ് തകരുകയായിരുന്നു. തിലക് വർമ്മ 23 പന്തിൽ നിന്ന് 11 റൺസാണ് അടിച്ചത്. ഋതുരാജ് ഗെയ്ക്വാദ് ആവട്ടെ 30 പന്തിൽ നിന്ന് 25 റൺസ് അടിച്ചു. റിയാൻ പരാഗ് 20 പന്തിൽ നിന്ന് 17 റൺസ്. പിന്നെ ഇഷാൻ കിഷനും ആയുഷ് ബദോനിയും ചേർന്നുള്ള കൂട്ടുകെട്ടാണ് രക്ഷാപ്രവർത്തനത്തിന് ശ്രമം നടത്തിയത്. പക്ഷേ അതുകൊണ്ട് വിജയത്തിലേക്ക് പോകാൻ കഴിയുമായിരുന്നില്ല. ഇഷാൻ കിഷൻ 67 പന്തിൽ നിന്ന് 3 ഫോറും 2 സിക്സും അടക്കം 53 റൺസ് അടിച്ചപ്പോൾ ആയുഷ് ബദോനി 66 പന്തുകളിൽ നിന്ന് 66 റൺസ് അടിച്ചു. നിഷാന്ത് സിന്ധു 10 റൺസ് അടിച്ചപ്പോൾ ഹർഷിത് റാണ ഡക്കായി. പിന്നെ മനോജ് സുഥാർ 23 റൺസും പ്രസിദ്ധ് കൃഷ്ണ 23 റൺസും അടിച്ചു. ഏതായാലും ഒടുവിൽ 252 റൺസിന് ഇന്ത്യൻ ടീം ഓൾ ഔട്ടായി. അതേസമയം സൗത്ത് ആഫ്രിക്കൻ എ ടീമിന് വേണ്ടി ഷെപ്പോ മൊഴേക്കി 9.1 ഓവറിൽ 58 റൺസിന് 3 വിക്കറ്റ് എടുത്തു. ഒപ്പം തന്നെ കബയോംസി പീറ്റർ 10 ഓവറിൽ 48 റൺസിന് 4 വിക്കറ്റും എടുത്തു. ഏതായാലും ഈ ഒരു സീരീസിൽ എടുത്തു പറയേണ്ട പ്രകടനം ഋതുവിൻ്റേത് തന്നെയായിരുന്നു. അദ്ദേഹം ആദ്യ മത്സരത്തിൽ സെഞ്ചുറി അടിച്ചു. രണ്ടാമത്തെ മത്സരത്തിൽ 68 നോട്ട് ഔട്ട്. മൂന്നാം മത്സരത്തിൽ 25 റൺസ്. അദ്ദേഹമാണ് ഈ ഒരു സീരീസിലെ പ്ലെയർ ഓഫ് ദി സീരീസ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.